ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ വളകാപ്പ് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഓരോരുത്തരായി വന്ന് അർച്ചനയ്ക്ക് വളയിടുകയും കൂടാതെ മധുരം നൽകുകയും ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കൂട്ടത്തിൽ സഞ്ജുവും ലച്ചുവും ആ ചടങ്ങ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനഘയാണ്. ചേച്ചി മാത്രമാ അർച്ചന അടുത്തേക്ക് മധുരം കൊടുക്കാത്തത്, ചേച്ചിയും കൂടി കൊടുത്താൽ ചടങ്ങ് പൂർത്തിയാകുമെന്ന് അനഘ പറയുമ്പോൾ അവന്തിക അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അവന്തിക മധുരം കൊടുക്കാനിരുങ്ങുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അല്ല ഇതിൽ വിഷം വല്ലതും ചേർത്തിട്ടുണ്ടോ? അന്ന് സ്നേഹിക്ക് കൊടുത്ത പോലെ. പിന്നെ ഇങ്ങനെയൊരു ചടങ്ങായതുകൊണ്ട് നിങ്ങൾ ഇതിൽ ചേർക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങി കഴിച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നടക്കേണ്ടതാണെങ്കിൽ അത് നടന്നിരിക്കും. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതിന് ചടങ്ങ് തീർന്നില്ലല്ലോ. നിന്റെ പേരിൽ എന്ത് ചടങ്ങ് നടന്നാലും ഇവിടെ ഒരു ദുരന്തം അത് വരേണ്ടത് തന്നെയാണല്ലോ. ഇന്ന് അതില്ലാതിരുന്നാൽ മതിയായിരുന്നെന്ന് അവന്തിക പറയുമ്പോഴേക്കും അവന്തികയുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്. അച്ഛാ, എല്ലാവരും മധുരം കൊടുത്തെന്ന് സച്ചി പറയുമ്പോൾ കമല പറയുകയാണ്, സേതുവേട്ടാ, ഇന്ന് അർച്ചനയെ വിഷമിപ്പിക്കരുത്. മാഷ് തന്നെ സ്ഥലത്തില്ലാത്ത സമയമാണ്. മാഷ് എങ്ങനെ പോയാലും തിരികെ വരാൻ 1 മാസമെങ്കിലും എടുക്കും. ആ സ്ഥലത്തിപ്പോ സേതുവേട്ടനാണ് ഉള്ളത്. അതുകൊണ്ട് സേതുവേട്ടൻ ഒരല്പം മധുരമെങ്കിലും അവൾക്ക് കൊടുക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് കമല കൈകൂപ്പുമ്പോ സേതു അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അർച്ചനയ്ക്ക് വളയണിയിച്ചതിന് ശേഷം മധുരം കൊടുക്കാനായി ഒരുങ്ങുകയാണ് സേതു. അതേസമയം തന്നെ പുറത്ത് പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുകയാണ്. തുടർന്ന് അവന്തിക പറയുകയാണ്, പോലീസാണല്ലോ വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സേതു മധുരം തിരികെ ഇട്ടതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ സേതുവിനൊപ്പം തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവന്തിക അർച്ചനയോട് പറയുകയാണ്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ചടങ്ങ് തീർന്നിട്ടില്ലെന്ന്. ചടങ്ങ് ഇപ്പോഴേ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പോലീസ് സേതുവിനോട് പറയുകയാണ്, അതെ, ഹോസ്പിറ്റലിൽ ഒരു തൊഴിലാളി കൂടി മരിച്ചു. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? സാർ, ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണെന്ന് സേതു പറയുമ്പോൾ SI പറയുകയാണ്, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആഘോഷിക്കണമല്ലേ? പാവപ്പെട്ട തൊഴിലാളികള് ജീവിച്ചാൽ നിങ്ങൾക്ക് എന്താ, മരിച്ചാൽ നിങ്ങൾക്ക് എന്താ? അല്പമെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ സേതു സാറേ എന്ന് ചോദിക്കുകയാണ് SI. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. സാർ, ഈ ചടങ്ങ് നേരത്തെ തീരുമാനിച്ചതാണെന്ന് സച്ചി പറയുമ്പോൾ മാറ്റിവെക്കാനാകാത്ത എന്ത് ചടങ്ങാടോ ഈ ലോകത്തുള്ളതെന്ന് SIയും ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത തൊഴിലാളികളാണ് ഇപ്പൊ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. സാർ, ഒരാൾ കൂടി മരിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് സന്ദീപ് പറയുമ്പോൾ SI പറയുകയാണ്, ആര് പറഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലെന്ന്? നിങ്ങൾ അന്വേഷിക്കാതിരുന്നതല്ലേ? 2 മണിക്കൂർ മുമ്പ് ഞാൻ തന്നെയല്ലേ ഇയാളെ വിളിച്ച് ഒരാൾ കൂടി മരിച്ചെന്നും 2 മണിക്കൂറിനകം അറസ്റ്റ് ഉണ്ടാകുമെന്നും സ്ഥലം വിട്ടു പോകരുതെന്നും ഒക്കെ തന്നെ പറഞ്ഞത്? ചില കടലാസുകൾ കൂടി കിട്ടാനുണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ ലേറ്റ് ആയത്. അതേസമയം ഇത് കേട്ടുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് SI പറയുമ്പോൾ കമ്പനിയിൽ തീപിടുത്തമുണ്ടായതിന് അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താ കാര്യമെന്ന് ധനുഷും അനൂപും കൂടി ചോദിക്കുകയാണ്. ലൈസൻസ് ഇല്ലാത്ത കമ്പനിയിലെ തൊഴിലാളികളെ വെച്ച് താനവിടെ അടിമപ്പണി ചെയ്യിക്കുകയല്ലായിരുന്നോ? അതിന് എന്റെ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടെന്ന് സേതു പറയുമ്പോൾ SI പറയുകയാണ്, അതെ, നിങ്ങൾ ലൈസൻസ് കട്ടായിട്ട് 3 മാസമായി. നിങ്ങളെന്താ അതൊന്നും അന്വേഷിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലൈസൻസ് പുതുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാനേജറെ ഏൽപ്പിച്ചതായിരുന്നെന്ന് സച്ചി പറയുന്നു. എന്തൊക്കെ വന്നാലും നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോകുമെന്ന് SI പറയുമ്പോൾ അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നും ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് അവന്തിക പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. കുറച്ച് ദയ കാണിക്കണമെന്ന് അവന്തിക പറയുന്നുണ്ടെങ്കിലും SI അതൊന്നും കേൾക്കുന്നില്ല. വക്കീലിനെ വിളിക്കാനുള്ള സമയമെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് സച്ചി പറയുമ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് ഇയാളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിന്റെ കയ്യിൽ കൈവിലം കണിയിച്ച് കൊണ്ടുപോവുകയാണ് SIയും സംഘം. അങ്ങനെ സേതുവിനെ കൊണ്ടുപോയതിനു ശേഷം അവന്തിക പറയുകയാണ്, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അച്ഛൻ എന്താണ് ഈ ചടങ്ങ് നടത്തേണ്ടെന്ന് പറഞ്ഞതെന്ന്. വളകാപ്പ് ചടങ്ങിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ കമ്പനിയിൽ തീപിടുത്തമുണ്ടായി. ഇതിനെല്ലാത്തിനും കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ രൂപത്തിലുള്ള ഈ പിശാച് തന്നെയാണ്. അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്ന് അച്ഛന് നേരത്തെ തന്നെ അറിയായിരുന്നു. അതുകൊണ്ടാ അച്ഛൻ ഇവിടെ നിന്ന് മാറി നിന്നത്. കാലന്റെ കൈക്കുഞ്ഞാണെന്ന് തോന്നുന്നു നിന്റെ വയറ്റിൽ വന്ന് ജനിച്ചത്. ഇനിയും എന്തൊക്കെ അപകടങ്ങളാകുമോ ആവോ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? കേൾക്കുന്ന അർച്ചനയും സച്ചിയും ആകെ തകർന്നു നിൽക്കുകയാണ്. അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചിയോട് ചേർന്ന് നിൽക്കുന്നു. അർച്ചന കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും അർച്ചനയുടെ പിന്നാലെ തന്നെ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അർച്ചനയാണ്. അതേസമയം കമലയും അനൂപും മീരയും അനഘയും കൂടി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എല്ലാം എന്റെ കുഞ്ഞു കാരണമാണെന്നല്ലേ എല്ലാവരും പറയുന്നത്? എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് അർച്ചന പൊട്ടിക്കരയുമ്പോൾ അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് അനൂപും കമലയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.